കത്തിണ്ടക്ക ഉണ്ടല്ലോ. ഇന്ന് വേഗം ഒരു വാളിന്റെ കത്തി തന്നേക്ക, ബസ് ഇപ്പൊ വരും. വാളിന്റെ കത്തിയൊക്കെ തീർന്ന് ഇനിയിപ്പോ അതുള്ളൂ. ഇത് മതിയാ? ആ അത് മതി. ഇതിനെത്രേക്കാ? അതിനിപ്പോ എന്താ 110 റുപ്യ. ഒരു 100 റുപ്യ എന്നാ മതി. അല്ല എന്തപ്പ കത്തി കൊണ്ട് പരിപാടി? മോഹിനിയാട്ടം കളിക്കാന്. വെറുതെ ഇരുന്ന് കുത്തി തുളയ്ക്കല്ലേ, ഒരു സുഖം അല്ലേ? എന്നാലേ അങ്ങനെ സൂഹിക്കണ്ട. ഇതേ മീൻ മുറിക്കാനുള്ളതാ. ഇതാ നിങ്ങളുടെ ഉറുപ്പ്യ. പൊണ്ണു കത്തി കൊണ്ട് കുത്താന്ന് ഭാഗ്യം. ഉടച്ചറബേ. നാളത്തെ ലോട്ടറിയാ? ഇത് നാളത്തെ ലോട്ടറിയാ. ഇത് നാളത്തെ ലോട്ടറിയാന്ന്. ഇത് നാളത്തെ ലോട്ടറിയാന്ന്. ഇയാള് നെക്കാണ്. ഹലോ ഹലോ, സുബ്രഹ്മണ്യ. സുബ്രഹ്മണ്യം എന്നല്ല എന്റെ പേര്, സുന്ദരന്നാ. അപ്പൊ എക്കോ അല്ല. ഇയാളിപ്പോ എങ്ങനെ ചോദിക്കാ? ഇത് നാളെ എടുക്കുന്ന ലോട്ടറി ആണോ? ഇത് നാളെ എടുക്കുന്ന ലോട്ടറിയാണ്. അങ്ങനെയാണെങ്കിൽ ലോട്ടറി തന്നെ നോക്കട്ടെ. ചേട്ടാ ലോട്ടറി. അയ്യോ, കാക്ക തോന്നി തോന്നുന്നു. താനെന്ത് പണിയാ കാണിച്ചേ? എന്താ താനെന്തിനാ തന്റെ കയ്യിലുള്ള അപ്പി എന്റെ മുഖത്ത് കുറഞ്ഞേ? അയ്യോ, നിങ്ങൾ അവിടെ നിക്കണെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞില്ല അത്ര. താനിത് സഹിച്ചോ? എങ്ങനെയുണ്ട് നോക്കാലോ. ആയിക്കോട്ടെ, തുടച്ചോളെ. എത്ര വേണേലും തുടച്ചോളെ. നിങ്ങളെ പോലെ ആരെങ്കിലും കാണുന്നോ കളിയാക്കുന്നോ അങ്ങനെ ഒരു നാണക്കേടും ഇല്ല. എന്റെ വിധി ഇങ്ങനൊക്കെ തന്നെ. ആഹാ, അങ്ങനെ തന്റെ സെന്റി അടിച്ചുള്ള ഓസാരൊന്നും എനിക്ക് വേണ്ട. ഞാനേ ആ തോട്ടില് പോയിട്ട് കഴുകിക്കോളാം ട്ടാ. ഓപ്പിലൊരു കാക്ക. ഇതെന്താ മൊബൈൽ ടവറോ? അത് വഴി പോവാ. ചേട്ടാ 2 ലോട്ടോടെ കാശ്. നീ തീർന്നടാ. എന്ത് പരിപാടി കാണിച്ചു നീ? എന്തേ? എടാ നിന്നോട് ആരെ ലോട്ടറി മൊത്തെടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞേ? അടുത്തുള്ളവരൊക്കെ പോയാ? ആ പോയി. എന്റെ പൊന്നാര ബാബു, ഞാനും കണ്ട 2 ടിക്കറ്റ് എടുത്ത് പോത്തണത്. ഇക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഒരു മുമ്പിൽ കണ്ണുപൊട്ടണല്ലേ? എന്തായാലും ഞാൻ കൃത്യസമയത്ത് വന്നതെന്നായി. അത് നഗ്നമായ സത്യത്തിന്റെ പെരുമഴ. അവന്റെ ഒരു പെരുമഴ ഒന്നായിരുന്നു. സുന്ദര ബസ് വരുന്നുണ്ട്, വേഗം. അയ്യോ, എന്റെ വടി എവിടെ? ഭയങ്കര അഭിനയേട്ടോ നീ. ശരിക്കും അന്തനെ. വല്ല സിനിമയിലും ചാൻസ് ഇട്ടുണ്ടോ നോക്കിക്കോ. എന്തായാലും ടിക്കറ്റ് നന്നായി നോക്കിക്കോ. ഞാൻ പോവാ. അടുത്ത ടിക്കറ്റ് ആയിട്ട് വരണ്ടേ കേട്ടോ.
ചേച്ചി. എന്താ മോളെ സ്ഥിരമായിട്ടൊരു ജോലി കിട്ടിയപ്പോ നമ്മളെയൊന്നും വേണ്ടല്ലേ? അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ? അല്ല, നമ്മളൊരുമിച്ച് ഇന്റർവ്യൂവിന് പോയിട്ട് ജോലി കിട്ടിയത് നിനക്ക്. അതിനുശേഷം ഫോൺ വിളിയില്ല, ചാറ്റിംഗും ഇല്ല. അതുകൊണ്ട് പറഞ്ഞതാ. നേരം കിട്ടണില്ല ചേച്ചി, ഒന്നിനും നേരം കിട്ടണില്ല. ജോലിയൊക്കെ എങ്ങനെയുണ്ട്? സുഖ ചേച്ചി, നല്ല സുഖ. ഓ, പിന്നെ നല്ല സുഖം. അല്ലെങ്കിൽ നീ ഏത് കട്ടേ കിടന്നും കതിരാവും. നിന്റെയൊക്കെ ഒരു ഭാഗ്യം. എന്ത് ഭാഗ്യം ചേച്ചി. ഞാൻ ജോലിക്ക് പോണത് ഏട്ടൻ ഇഷ്ടല്ല. ഞാൻ ജോലിക്ക് പോണോണ്ട് ഏട്ടൻ ജോലിക്ക് പോണില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുക. നിനക്കെത്ര ശമ്പളം ഉണ്ട്? എനിക്ക് 18,000. ഹലോ. ആ ജോലി എനിക്ക് കിട്ടിയ 1 വർഷം കൊണ്ട് എന്റെ ലോൺ അടച്ചു തീർക്കാം. ആ, ട്യൂഷന് നാളെ മുതൽ വിടാം. ഇവൾക്ക് നല്ലൊരു പണി കൊടുക്കണല്ലോ. ആ, ഓക്കെ ശരി. വഴിയുണ്ട്. ചേച്ചി എന്താ അവിടെ തന്നെ നിന്ന്? ഏയ്, ഒന്നുമില്ല. അല്ലടോ, നിന്റെ ഭർത്താവിന് ഇഷ്ടല്ലേ നീ ജോലിക്ക് പോണത്? അതിന്റെ കാര്യമൊന്നും പറയാതിരിക്കുക ചേച്ചി നല്ലത്. അതെന്താ? നീ പറയേ, പോം വഴി ഉണ്ടാക്കാൻ പറ്റും. ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ജോലിക്ക് പോണത് ഏട്ടനെ തീരെ ഇഷ്ടല്ല. ആഹാ. അതുമാത്രല്ല, ജോലിക്ക് പോയി വീട്ടിലെത്തിയ എന്നും വഴക്ക. എന്നും. ചിലപ്പോഴൊക്കെ തോന്നും ജോലി റിസൈൻ ചെയ്താലോന്ന്. ചിലപ്പോ തോന്നും കുറച്ചു ദിവസം മോളെയും കൂട്ടി വീട്ടിൽ പോയി നിന്നാലോന്ന്. പിന്നെ തോന്നും ജീവിതല്ലേ, അതിങ്ങനൊക്കെ തന്നെ ആയിരിക്കും. ജീവിതം അങ്ങനെ അല്ലെങ്കിലോ? നിനക്കും എല്ലാരെ പോലെ ജോലി എടുത്ത് ജീവിക്കണ്ട സൂര്യ. അല്ലെങ്കിൽ ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള നീ എന്തിനാ ഭർത്താവിന്റെ ചവിട്ടും തൊഴിയും വഴക്കും കേട്ട് നിൽക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണോ നിന്റെ അച്ഛനും അമ്മയും നിന്നെ വളർത്തി വലുതാക്കിയത്, പഠിപ്പിച്ചത്? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ അവൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞയച്ചു മഹാറാണിയെ പോലെ ജീവിച്ചേനെ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ അവൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞയച്ചു മഹാറാണിയെ പോലെ ജീവിച്ചേനെ. ഇത് തന്നെ പറ്റിയ സമയം. നിന്റെ ജീവിതത്തിൽ ഇനി അവനില്ല. അവനെ അങ്ങോട്ട് ഒഴിവാക്കിയേക്ക്. ചേച്ചി, എനിക്കതിന് കഴിയില്ല ചേച്ചി. കഴിയണം. നിനക്കതിനുള്ള ധൈര്യമുണ്ട് സൂര്യയെ. നിന്റെ മുഖത്ത് ഞാനത് കാണുന്നു. നിനക്കതിനുള്ള ധൈര്യമുണ്ട് സൂര്യ. നിനക്കതിനുള്ള ധൈര്യമുണ്ട് സൂര്യ. നിന്റെ മുഖത്ത് ഞാനത് കാണുന്നു. ഇതാ, ഇത് പിടിക്ക്. സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും അവൻ ഈ ഭൂമിയിൽ തന്നെ പറഞ്ഞയച്ചു മഹാറാണിയെ പോലെ ജീവിച്ചേനെ. നിനക്കതിനുള്ള ധൈര്യമുണ്ട് സ്നേഹം. നിന്റെ മുഖത്ത് ഞാനത് കാണുന്നു. ഇത് ഞാൻ മീൻ മുറിക്കാൻ വാങ്ങിയതാ. ആദ്യം നിന്റെ കാര്യം നടക്കട്ടെ. ഇനി ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. നിക്കടി. നീ ഏതെടുപ്പിൽ പോയി കിടക്കുന്നത് എത്ര നേരം? ഞാൻ ജോലിക്ക് പോയത് ഈ നേരം വരെ നിനക്ക് ജോലി ആയിരുന്നോ? നിന്നോട് ഞാൻ പറഞ്ഞില്ലടി ഇത്ര നേരം വേണം ജോലിക്ക് പോകേണ്ടത്. ഞാൻ ജോലിക്ക് പോണോണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഞാൻ കുറച്ച് നാണമാനുള്ള കൂടുതൽ ജനിച്ചത്. അതിന് എനിക്ക് എന്റെ ആൾക്കാർ കാണുമ്പോ മാർക്കുണ്ട്. ഓ, നിങ്ങളുടെ ഏതാൾക്കാർ ഇവിടെ വന്ന് സഹായിച്ചിട്ടുള്ളത്? ഉപ്പിനും കഞ്ഞിക്കും വകയില്ലാത്ത ജന്മങ്ങള്. സഹായിച്ചാലില്ലെങ്കിലും അവര് കാണുമ്പളേ എനിക്ക് ഇത്ര മാനക്കേടുണ്ട്. അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞു ഞാൻ ജോലിക്ക് പോകണ്ടെന്ന്. മനസ്സിലായോ? മാനക്കേടും കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നോ, ഞാൻ ജോലിക്ക് പോകും.
എന്ത് എന്താ പറഞ്ഞ? ഞാൻ ജോലിക്ക് പോകുന്നു. നീ ജോലിക്ക് പോണെങ്കിലേ എന്നെ കൊന്നിട്ട് നീ പോകേണ്ടി വരും. വേണ്ടി വന്ന അതും ഞാൻ ചെയ്യും. എന്നെ കൊല്ലടി കൊല്ലടി കൊല്ലടി. താൻ എന്താണോ വിചാരിച്ചത്? എന്റെ ജീവിതം മുഴുവൻ തന്റെ അടുക്കളയിൽ വേലക്കാരിയായി തീർക്കുന്നു, അതോ തന്റെ എച്ചിലും കഴുകി തന്റെ മോളെ നോക്കി ഒരു പട്ടിയെ പോലെ വീട്ടിൽ കഴിയുന്നോ? അപ്പനെ പോലീസ് പിടിക്കില്ലേ? പിടിക്കും. അപ്പൊ ഞാൻ ജയിലിൽ പോവില്ലേ? പോവില്ല. അയ്യടാ, എന്നെ കൊലക്കോട്